ഭക്തിസാന്ദ്രമായ ഈ രാമായണ മാസത്തിൽ കോഴിക്കോട് തളി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി ഭക്തജനം ഒഴുകിയെത്തുന്നു. സീതാസമേതനായ രാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കേരളത്തിൽ അപൂർവമായാണ് ഈ പ്രതിഷ്ഠയും പൂജയുമുള്ളത്. ജാതിവർഗത്തോട് കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിരു തോണിയും ലോകം നിജ കർമ്മ സുപ്രബന്ധം തകെ ഓരങ്ങളും നിജ കർമാനുസാരികൾ ദക്ഷായി വല്ലഭേ ഗംഗേ നമസ്തുതേ. പാളയം മാർക്കറ്റിനോട് ചേർന്ന് തളി മഹാദേവ ക്ഷേത്രക്കുളത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമാന്തരീക്ഷമുള്ള ക്ഷേത്രമാണ് തളി ശ്രീരാമസ്വാമി ക്ഷേത്രം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രതിഷ്ഠ ചെയ്യപ്പെട്ട ക്ഷേത്രം. കേരളത്തിൽ അപൂർവമായാണ് സീതാസമേതനായ ശ്രീരാമസ്വാമിയുടെ വിഗ്രഹമുള്ളത്. പട്ടാഭിഷിക്തനായ സൗമ്യമുഖനായ ശ്രീരാമസ്വാമിയാണ് മൂർത്തി. ചെറിയ വിഗ്രഹമാണ്. ശ്രീരാമസ്വാമി സീതാദേവി പട്ടാഭിഷേക രൂപത്തിലുള്ള ആ ചെറിയ വിഗ്രഹമായതുകൊണ്ട് നല്ല കൗതുകമുണ്ട്. വളരെയധികം പവർഫുള്ളായിട്ടുള്ള ശക്തമായിട്ടുള്ള നമ്മുടെ എന്ത് ആഗ്രഹിച്ചാലും എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കുന്ന നല്ല കൗതുകമുള്ള. ഞാനൊരു 3 വർഷത്തിൽ മേലെ ഇവിടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പിന്നെ ഭക്തജനങ്ങളും ധാരാളം അനുഭവങ്ങൾ പറയുന്നുണ്ട്. ശ്രീരാമസ്വാമിയും സീതാദേവിയും മാത്രമുള്ള വിഗ്രഹം എവിടുന്നും അങ്ങനത്തെ ഒരു വിഗ്രഹം കാണാൻ സാധിച്ചിട്ടില്ല. അതായത് സൗമ്യഭാവമാണ്. അതാണ് സൗമ്യഭാവം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കാലത്ത് തറവാട്ടുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന ക്ഷേത്രം 15 വർഷം മുൻപാണ് തളി ദേവസ്വത്തിന് കൈമാറിയത്. കോഴിക്കോട് നഗരത്തിലെ ഏക ശ്രീരാമക്ഷേത്രം എന്ന് പറയാം. സീതാ സമേത ഭാവത്തിലാണ്. അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവവുമാണ്. ഉള്ളിലെത്തുമ്പോൾ വളരെ ഒരു പുരാതന ക്ഷേത്രത്തിൻ്റെ ഭാവമുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ചുറ്റിലും വളരെ ഹരിതാഭമാണ്. ധാരാളം മരങ്ങളുണ്ട്. ഇത് തളി ക്ഷേത്രത്തിൻ്റെ കീഴിലേക്ക് ചുമതലയിലേക്ക് വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. രാമായണ മാസമായതോടെ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്നത്. ശ്രീരാമസ്വാമിയാണ് പ്രതിഷ്ഠയെങ്കിലും വിഷ്ണുവിന്റെ അലങ്കാര പൂജയാണ് ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നത്. ശ്രീരാമസ്വാമിയും സീതാദേവിയാണെങ്കിലും മഹാവിഷ്ണു ആയിട്ടാണ് പൂജ ചെയ്യാൻ തന്ത്രി എനിക്ക് ഉപദേശം തന്നിട്ടുള്ളത്. അപ്പോൾ അലങ്കാരപ്രിയനായിട്ടുള്ള തുളസിമാല, അതുപോലെ നിവേദ്യത്തിൽ പാൽപ്പായസം, അതെല്ലാം പ്രധാനം. കർക്കിടക മാസത്തിൽ രാമമന്ത്രങ്ങൾ ജപിക്കുന്നതും രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ആയുരാരോഗ്യ സൗഖ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം. ഒപ്പം ഹനുമാനെയും കന്നിമൂല ഗണപതിയെയും തൊഴാം. പ്രകൃതിയും വിശ്വാസവും സംഗമിക്കുന്ന തളിയിലേക്ക് ഈ തീർത്ഥാടന കാലത്തും അണമുറിയാത്ത സരയൂ നദി പോലെയാണ് ഭക്തജന പ്രവാഹം. ന്യൂസ് മലയാളം, കോഴിക്കോട്.